അത്യന്തം സംഘർഷഭരിതമായ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഇറാൻ്റെ ഭൂമിയിലേക്ക് ഇറാൻ്റെ മണ്ണിലേക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി എത്തുന്നു. അൽമൈൻ സഫാദി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി, ജോർദാൻ്റെ മന്ത്രി ഇറാനിലെത്തുന്നു. ടെഹ്റാനിൽ അവിടെ പ്രസിഡന്റിനെ കാണുമെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൻ്റെ പ്രധാന ഒഫീഷ്യൽ മാധ്യമമായ ഇസ്നയാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജോർദാൻ കഴിഞ്ഞ തവണ ഇറാൻ ഇസ്രായേലിനെതിരെ ഈ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്കയോടൊപ്പം നിന്ന് സഹായിച്ച ഒരു രാജ്യമാണ്. പക്ഷെ ജോർദാൻ പറയുന്നത് തങ്ങളുടെ മണ്ണ് യുദ്ധത്തിനായി വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോഴും ജോർദാൻ വിദേശകാര്യമന്ത്രി അയ്മാൻ സഫാദി ഇവിടെ ഇറാനിൽ എത്തുന്നു എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടെ ഇറാൻ നൽകുന്നു. ഒരുപക്ഷെ ഈ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനാണോ അതോ മറ്റെന്തെങ്കിലും പിന്തുണയ്ക്കാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ കൂടിക്കാഴ്ചയെ കാണുന്നുണ്ട്, ഈ കൂടിക്കാഴ്ചയുടെ വാർത്ത നൽകുന്നുണ്ട്. ഏതായാലും അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ഇറാനും അതിൻ്റെ സഖ്യസേനകളും ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നു. ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നു. മറുഭാഗത്ത് അമേരിക്ക ഒരു വലിയ യുദ്ധസന്നാഹം മിഡിൽ ഈസ്റ്റിൽ നടത്തുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം. അവിടെ ചേരികൾ മാറുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഏതായാലും ജോർദാൻ്റെ ഒരു നീക്കം വളരെ നിർണായകമായി തന്നെ മാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.